ബ്യൂട്ടിഫുൾ സോങ്സ്. പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരാൾ വന്ന് നമ്മളെ അടുത്ത് ചോദിക്കുകയാണ് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ഓൺ ദ സ്പോട്ട് ഉത്തരം പറയാൻ പറ്റാറുണ്ടോ? എനിക്ക് പറ്റാറില്ല. അത് മറ്റൊന്നുകൊണ്ടല്ല, നമ്മളുടെ ആ വയസ്സിനെ നമ്മൾ അംഗീകരിച്ച് തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ആ വയസ്സിനെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു ബലൂൺ കിട്ടിയാൽ തട്ടിക്കളിക്കുന്ന, അല്ലെങ്കിൽ ഒരു എയ്റോപ്ലെയിൻ പോയാൽ ഓടിച്ചെന്ന് പുറത്തോട്ട് നോക്കുന്ന, അല്ലേ? അതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡ് തന്നെയാണ്. അതിനെ നമ്മൾ എപ്പോഴാണോ അടക്കിയിരുത്തുന്നത്, അപ്പോഴാണ് നമ്മളെ ചുറ്റുമുള്ള ആളുകൾ പറയാം ആള് മെച്ചോറായിട്ടുള്ളൊരു ക്യാരക്ടറാണ് എന്ന്. പക്ഷേ ആ മെച്ചോറിറ്റി എപ്പോഴും നമുക്ക് കൈവരിക്കാൻ പറ്റാറില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ നമ്മൾ വല്ലാതെ ഓർമ്മിപ്പിക്കും, നമ്മൾക്ക് വയസ്സായി, നമ്മൾക്ക് പ്രായമായിരിക്കുന്നു എന്ന്. അതുപോലൊരവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ മരിക്കുന്നത്. അവർ മരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അവർക്ക് ഇത്ര പ്രായമായിട്ടുണ്ട്, നമ്മൾ ഇത്ര പ്രായമായിരിക്കുന്നത്. അതുപോലെ ഇന്നാൾ നമ്മൾ കുട്ടികളായിട്ട് കണ്ടിട്ടുള്ള ആളുകൾ, എന്താ പറയുക, അവർ വലിയ കുട്ടികളായി സ്കൂളിൽ അല്ലെങ്കിൽ ടീച്ചറായിട്ട് പോയി, അല്ലെങ്കിൽ കോളേജിൽ ടീച്ചറായി പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ ഈശ്വര എത്ര വലുതായോ കുട്ടികളൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് ചിന്തിക്കല്ലേ, അയ്യോ അപ്പം ഞാനും വയസ്സായില്ലേ എന്ന്. ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകളും നമ്മുടെ ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസസുമാണ് നമ്മൾക്ക് പ്രായമായോ പ്രായമായില്ലേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോഴും ചെറുപ്പമാണ്, നമ്മളിപ്പോഴും വളരെ യങ്ങാണ്. എത്ര വയസ്സായ ആളോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര പ്രായമായി എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഇല്ല, ഞങ്ങൾക്ക് തോന്നുന്നില്ല, തോന്നിയിട്ടില്ല എന്ന്. ശരിക്കും നമുക്ക് ചുറ്റുമുള്ള ആളുകളാണ് നമ്മളെ യങ്ങാക്കി വെക്കുന്നത്. നമ്മൾ പറയില്ലേ നമ്മുടെ അച്ഛനും അമ്മയും ഉള്ള കാലം നമ്മൾ കുട്ടികളാണെന്ന്. അതുപോലെ നമ്മളെ യങ്ങാക്കി ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ യങ്ങാക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുടെ കൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ. അല്ലാതെ മെച്ചോറായി പെരുമാറുക, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്ന് പറയുന്ന ആളുകളല്ല. മെച്ചോറിറ്റി നല്ലതാണ് നമ്മളുടെ ഇമോഷണൽ ലെവലിൽ, അല്ലെങ്കിൽ നമ്മൾ ഫിനാൻസ് ഡീൽ ചെയ്യുന്ന രീതിയിൽ, അതിലൊക്കെ നമുക്ക് മെച്ചോറിറ്റി വേണം. പക്ഷേ നമ്മളായിരിക്കാൻ പറ്റണം. നമ്മുടെ ഉള്ളിലെ കുട്ടി നമുക്ക് പുറത്തേക്ക് വരാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പാഴാക്കാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കൂടെ ഇരിക്കുമ്പം നമ്മളെപ്പോഴും യങ്ങായിരിക്കും. അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് പിന്നെയും ജീവിക്കാൻ ഏറെ ദൂരമുണ്ട് എന്നൊരു തോന്നലോടുകൂടി നമുക്ക് പിന്നെയും ജീവിക്കാനും പറ്റും. നമ്മുടെ ആയുസ്സിനും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടുന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, അതൊക്കെ ഈ സെൻസിലായിരിക്കണം ഒരു പക്ഷേ. സോ നമ്മളായിട്ടിരിക്കുക, നമ്മളായിട്ട് കിട്ടുന്ന മൊമെൻറ്റ്സൊക്കെ എൻജോയ് ചെയ്യുക. നമുക്കറിയില്ല എത്ര നാൾ നമ്മൾ ജീവിച്ചിരിക്കുന്നു, അല്ലേ? ഹാപ്പി റിഫ്ലക്റ്റിംഗ്.